രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണേ. ഷാർജ ചൈൽഡ് സേഫ്റ്റി വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഇങ്ങനെ ഒരു അപരിചിതൻ നമ്മളോട് പറഞ്ഞാൽ എത്ര പേര് അയാളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കഴിക്കും? 99% മുതിർന്ന ആളുകളും രണ്ടാമതൊന്ന് ചിന്തിക്കും, അല്ലേ? എന്നാൽ കുട്ടികളുടെ കാര്യമോ? അപരിചിതർ ഐസ്ക്രീം കാണിച്ച് പ്രലോഭിപ്പിക്കുമ്പോൾ സ്വീകരിക്കാൻ 97% കുട്ടികൾക്കും മടിയില്ലെന്ന് കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കയുളവാക്കുന്ന റിപ്പോർട്ട് സാമൂഹിക പരീക്ഷണത്തിന് ശേഷം ഷാർജ ചൈൽഡ് സേഫ്റ്റി വകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഐസ്ക്രീം നൽകാമെന്ന് ആവശ്യപ്പെടുമ്പോൾ പരീക്ഷണത്തിൽ പങ്കെടുത്ത 37 കുട്ടികളിൽ 36 പേരും അപരിചിതൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഐസ്ക്രീം മാളിൽ പ്രവേശിക്കാനാണ് കുട്ടികൾക്ക് ഐസ്ക്രീം നൽകുന്നതിന് പകരമായി ആവശ്യപ്പെടുന്നത്. ഇതിന് കുട്ടികൾ സന്നദ്ധരാകുന്നുമുണ്ട്. ഇത് കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്ന ഫലമാണെന്ന് അധികൃതർ വെളിപ്പെടുത്തുന്നു. ഷാർജയിലെ ഷീഷ പാർക്കിൽ നടത്തിയ ഈ പരീക്ഷണത്തിൽ കുടുംബങ്ങൾ തിങ്ങി നിറഞ്ഞ തിരക്കേറിയ പൊതുപാർക്കിൽ യഥാർത്ഥ സാഹചര്യം സൃഷ്ടിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. ഒരു കച്ചവടക്കാരൻ തന്റെ വാനിൽ കയറുന്നതിന് പകരമായി സൗജന്യമായി ഐസ്ക്രീം വാഗ്ദാനം ചെയ്ത് കുട്ടികളെ സമീപിക്കുകയാണ് ഉണ്ടായത്. മിക്ക കുട്ടികളും മടി കൂടാതെ ഓഫർ സ്വീകരിക്കുകയായിരുന്നു. അപരിചിതമായി ഇടപെടുമ്പോൾ കുട്ടികൾ ശ്രദ്ധ പുലർത്തുന്നുണ്ടോ എന്ന് അറിയാനായിരുന്നു ഈ ഒരു പരീക്ഷണം. ഇത്തരം സാഹചര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ടെന്നും രക്ഷകർത്താക്കളും അധ്യാപകരും സമൂഹവും ഇത്തരം കാര്യങ്ങളിൽ കുട്ടികളെ സഹായിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ സുരക്ഷ അപകടത്തിലാകുന്ന സാഹചര്യങ്ങളിൽ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഹെൽപ്പ് ലൈൻ നമ്പരായ 800-700 ബന്ധപ്പെടാമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കുക.